അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. വലിയ ഇതുമല്ല, എന്നാൽ ഒരുപാട് കുറഞ്ഞിട്ടില്ല. അന്ന് എങ്ങനെയാണ് അതേമാതിരി തന്നെ ഇന്നും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വീഡിയോസ് ഇടാം, മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസ് വേണ്ട, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞതിനെ പറ്റി തന്നെയാണ്. പക്ഷെ അത് എന്നെയും കൂടി ബാധിക്കുന്നതായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു 15 കൊല്ലം മുമ്പേ എനിക്കും കൂടി ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ടും അങ്ങനെയാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ കത്തിക്കാളി നിൽക്കുന്നൊരു വിഷയമാണല്ലോ ഹിജാബ്. കാരണം നമ്മളെ തലയിലിടുന്ന ഹിജാബ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് മാത്രം മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ട് അയച്ചു കളഞ്ഞാൽ ഇവർക്കുള്ള ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം നമ്മളെ തലയിലിടുന്ന ഹിജാബ് അത് ഇരിക്കുന്നത് നമ്മളെ തലയിലാണ്. അവർക്കതുകൊണ്ട് യാതൊരു ഭാരമില്ല. ഇനിയിപ്പോൾ ഇത് അയച്ച് കളഞ്ഞതുകൊണ്ട് ഇവർക്കെന്താ പ്രത്യേകിച്ച് ഇതിൽ കിട്ടാൻ പോകുന്നത്, അതും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മളൊക്കെ എൻ്റെ ലൈവിൽ വന്ന് പല ആൾക്കാരും എന്നോട് പറച്ചിലുണ്ട്, ഹിജാബ് എടുത്ത് കളഞ്ഞൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട് അതിന് മറുപടി ആയിട്ട്, ഹിജാബ് എടുത്ത് കളഞ്ഞ് എന്ത് പറലാണ്, ബ്യൂട്ടി പാർലറിൽ പോയി പിരിയൊക്കെ പ്ലഗ് ചെയ്ത് ഒക്കെ നന്നായിട്ട് എഴുതി, കണ്ണൊക്കെ എഴുതി, കുറേ പുട്ടിയിട്ട്, ചുണ്ടുമ്പോൾ കുറേ ലിപ്റ്റിക്കും തേച്ച്, മുടി 2 ഭാഗത്തൊക്കെ ഉള്ളത് 4 ഉള്ളെങ്കിൽ ആ 4 എടുത്ത് 2 ഭാഗത്തൊക്കെ ഇട്ട്, അതിൻ്റെ കൂടെ അതിനേക്കാൾ കൂടുതലായിട്ട് മുല്ലപ്പൂവും ഇങ്ങോട്ട് തൂക്കിയിട്ടിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുമോ? അതാണോ വേണ്ടത്? അങ്ങനെ ഇരുന്നാൽ എന്താണ് നിങ്ങൾക്കിതിൽ കിട്ടുന്ന ഇത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഭവം, എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ട് നിങ്ങൾക്ക് കുറേ ആസ്വദിക്കുക എന്നല്ലാതെ മറ്റൊരു ലാഭവും നിങ്ങൾക്കതിലില്ല, ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനുമില്ല. ഹിജാബ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭവും കിട്ടുന്നില്ല, ഒരു നഷ്ടവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ സാധനം ഞങ്ങൾ ജനിച്ചൊരു 7-8 വയസ്സാകുമ്പോൾ തന്നെ നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് പറയണതാണ്, ഇങ്ങനെ ഷാളിടി, മുടി കാണിക്കണ്ട, മുടി കാണിച്ച് നടക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞതനുസരിച്ച് ചിലവർ ഇപ്പോഴത്തെ കാലമാകുമ്പോൾ ചിലവർ അതേമാതിരി ഇട്ട് വരുന്നുണ്ട്. പഴയ മാതാപിതാക്കളൊക്കെ പറഞ്ഞ് അതേമാതിരി മാതാപിതാക്കൾ നടക്കുന്നവരുടെ മക്കൾ ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നടക്കാത്തവരുടെ മാതാപിതാക്കൾ അത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അവരുടെ മക്കളും അത് ചെയ്യുന്നില്ല. ഇനി മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചില മക്കൾ ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നില്ല. ഇനി ഒരു സ്കൂളിലെ നമ്മളെ മിസ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. മിസ്സ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ, ഇപ്പം ഞാൻ ചുറ്റിക്കെട്ടിയിട്ടുണ്ടല്ലോ, ഇത് ഷാളാണ്, ഇത് ഒരു തൊപ്പിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ മുടി കാണാതിരിക്കാൻ വേണ്ടി തൊപ്പി വെച്ചിരിക്കുക. അപ്പോൾ ഈ തൊപ്പിയുടെ ഇതേ ലെവലിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടാണ് മിസ്സ് നിൽക്കണം. അതേമാതിരി കൈ ഞാൻ ഈ വെച്ചിട്ടുള്ള ഇതേമാതിരിയുള്ള ഇത്രയ്ക്ക് അവരുടെ ഡ്രസ്സിൻ്റെ കൈയുണ്ട്. ഈ മക്കൾക്ക് പഠിക്കാൻ പോകുന്ന ഒരു മക്കൾക്കും അതുകൊണ്ട് ഒരു വിഷമവും വന്നിട്ടില്ലല്ലോ മിസ്സേ. നിങ്ങളുടെ തലയിലെ ഹിജാബ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് കൊണ്ടോ ഈ മക്കൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് മിസ്സ് മറ്റുള്ള കുട്ടികൾക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറയണമെങ്കിൽ തലയിലിട്ട ഷാൾ മറ്റുള്ള കുട്ടിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്താലല്ലേ ആ കുട്ടിക്കത് ബുദ്ധിമുട്ടായി വരുള്ളൂ. ഷാൾ ഇടുന്ന കുട്ടി അതിൻ്റെ തലയിൽ മാത്രമല്ലേ അതിരിക്കുന്നത്, പിന്നെന്താണ് മറ്റുള്ള കുട്ടികൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്? മനസ്സിലാവുന്നില്ല, ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം മിസ്സ് തന്നെ പറയുന്നത്, മിസ്സ് തന്നെ ചെയ്യുന്നത് ഹിജാബ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരിട്ടുകൊണ്ട്, അതേ രൂപത്തിലുള്ള മറ്റൊരു പേരിട്ടുകൊണ്ടാണ് മിസ്സ് തന്നെ അവിടെ നിൽക്കുന്നത്. ഇനി 15 കൊല്ലം മുമ്പുണ്ടായൊരു കഥ പറയാം. അന്നൊന്നും ഞങ്ങളടുത്ത് ഇങ്ങനത്തെ ടച്ച് ഫോണോ അല്ലെങ്കിൽ ഇത്ര സോഷ്യൽ മീഡിയയിലുള്ള ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ ഞങ്ങളെടുത്ത് ഇതേമാതിരി പുറലോകത്തേക്ക് വിട്ടേനെ. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തി 7ാം ക്ലാസ് മുതൽ, കാരണം 7ാം ക്ലാസ് വരെയുള്ളൂ ഞങ്ങളവിടുത്തെ UP സ്കൂള്. ഈ UP സ്കൂൾ കഴിഞ്ഞ് പിന്നെ 8 മുതൽ 12 വരെ പഠിക്കേണ്ടത് ഇതേമാതിരി ഒരു അണ്ണയുടെ സ്കൂളിലാണ്. ആ സ്കൂളിൽ 8ഉം 9ഉം പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഈ കുട്ടികൾ ഷോളിട്ട് പോയാൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 10ലേക്ക് വന്നപ്പോൾ അവിടെയുള്ള മിസ്സിന് ഹാലളകാൻ തുടങ്ങി. മിസ്സ് പറഞ്ഞു, പക്ഷേ ഇവിടുത്തെ മിസ്സ് ഇട്ടിരിക്കുന്നത് വെള്ളയാണ് അവരുടെ ഡ്രസ്സും ഹിജാബൊക്കെ ഉള്ളത്. അവിടെയുള്ള മിസ്സ് ഒരു കാപ്പി കളറാണ് അവരുടെ കളറ്. കാപ്പി കളറിൽ ഇവിടെ വെള്ള ബോർഡ് വെച്ചിട്ട് അതവരിട്ടിട്ട് കാണാൻ നല്ല അന്തസ്സാണ്. അവരുടെ മതാചാര പ്രകാരമുള്ള ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത്, സിസ്റ്റർ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ അത് കാണുമ്പോൾ അസ്വസ്ഥതയല്ല വരുന്നത്. അവരതിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ അവരോടൊരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതാചാര പ്രകാരമുള്ള ഡ്രസ്സ് ഇട്ട് അവർ വരുമ്പോൾ നമ്മൾ എന്തിനു അസ്വസ്ഥരാവണം? നമ്മൾക്ക് ഒരു അസ്വസ്ഥതയും വരേണ്ട ആവശ്യമില്ലല്ലോ. ആ മിസ്സ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ മിസ്സ് ഈ കുട്ടികളോട് 10ാം ക്ലാസ്സിൽ ചെന്ന കുട്ടികളോട് ഒരു 10-20 കുട്ടികളുണ്ട്. ഈ 20 കുട്ടികളോടും പറഞ്ഞത്, നിങ്ങൾ ഇനി ഹിജാബ് ഇടാൻ പാടില്ല. 15 വർഷം മുമ്പേ ഉണ്ടോ ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഈ കുട്ടികൾ 10-20 കുട്ടികളുള്ള എല്ലാ കുട്ടികളും കൂടി തിരിഞ്ഞ് ഈ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ ഇടുന്നില്ല, നിങ്ങളും ഈ ഹിജാബ് അങ്ങ് മാറ്റി വയ്ക്കി. ഞങ്ങൾ തലയിലിട്ട ഹിജാബ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടല്ല, ഞങ്ങളിത് ഇടാൻ പാടില്ലെങ്കിൽ നിങ്ങളും ഇടണ്ട എന്നൊരു കാര്യം ഈ കുട്ടികൾ തന്നെ അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുട്ടികൾ പറഞ്ഞു. കുട്ടികളെല്ലാവരും പോയി അവരെ മാതാപിതാക്കളെടുത്ത് പറഞ്ഞു. ഞങ്ങളെല്ലാവരും, ഞാനും കൂടെ ഉണ്ടായിരുന്നു അത് പറയാനും ഈ പറയണ മാതിരി അവരുടെ കൂട്ടത്തിൽ, കുട്ടിയുടെ കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ പോയി മാതാപിതാക്കളെല്ലാവരും കൂടി സംസാരിച്ച് മിസ്സും സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവരും കൂടെ സംസാരിച്ചപ്പോൾ അവർ ഒരു ഒത്തുതീർപ്പിലെത്തി. എന്തായിരുന്നു എന്നറിയോ? അന്നത്തെ കാലത്ത് 10ലേക്ക് എത്തിയപ്പോൾ നീല കളർ പാവാടയും ചന്ദന കളർ ഷർട്ടും ആയിരുന്നു ആ കുട്ടികൾ കിട്ടിയെന്ന്. അപ്പോൾ ഈ മിസ്സുമാരും മാനേജ്മെൻറ്റും കൂടി തീരുമാനമെടുത്തു, എന്നാൽ പാവാടയുടെ കളറുള്ള ഷോള് നിങ്ങൾ ഇട്ടോളി. അതായത് ഷർട്ട് ചന്ദന കളറാണ്, അപ്പോൾ ആ കളർ തന്നെ വേണ്ട, പാവാട കളറുള്ള നീല കളർ ഷോള് നിങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു. അവരെല്ലാവരും നീല ഷോള് വാങ്ങിച്ചു. പ്രശ്നം അതോടുകൂടി തീർന്നു. ഇന്നും ആ സ്കൂളിൽ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നങ്ങളും ഇന്നും ഇല്ല. +2 വരെ ആ കുട്ടി അവിടെ പഠിച്ചു. 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച് ആ കുട്ടി അവിടെ പഠിച്ചു. ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതേമാതിരി തന്നെ ഇപ്പം മിസ്സ് പറയുന്നതും വല്ലാത്തൊരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. എനിക്കും തോന്നിയത് അത് തന്നെയാണ്. കാരണം ഞാനിതിട്ടുകൊണ്ട് ഞാൻ മറ്റൊരാളോട് പറയുകയാണ്, ഇത് നീ ഇടരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെയാണ് മിസ്സേ പഠിച്ചു വന്നിട്ടുള്ളത്. നമ്മൾക്കിനി അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. മാറ്റുന്നവരുണ്ടാവാം, ഇടാത്തവരുണ്ടാകാം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഇടുന്നവരെ എന്തിനാണ് കുറ്റം പറയുന്നത്? നമ്മളിതിങ്ങനെ ഇടുന്നത് കൊണ്ട്, ഇപ്പം ഞാൻ ഇതിങ്ങനെ ഇട്ട് ലൈവിലിരിക്കുന്നത് കൊണ്ട് ഇത് കാണുന്നവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. കാരണം സാധനം കിടക്കണം എൻ്റെ തലയിലാണ്. എന്താണ് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേമാതിരി തന്നെ ഇപ്പോൾ സ്കൂളിലേക്കാണെങ്കിലും സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ ഇതൊക്കെ നമ്മൾ ശരിയാണ്, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണം, അത് പറയണതും ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ആ യൂണിഫോമിൽ ഒരു കളറിൻ്റെ ഒരു ഷാള ആ കുട്ടികളോട് എടുത്തോളാൻ പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? എന്തിനൊക്കെയോ വേണ്ടി, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയണ മാതിരി എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി അവനവൻ്റെ സ്കൂളും ഇതും ഗവൺമെൻറ് തന്നെ വന്ന് പറയുന്നു അവരവരെ. നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശങ്ങളില്ലേ? അവനവൻ്റെ മതാചാരപ്രകാരം ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഈ ഇന്ത്യ രാജ്യത്തില്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും അസ്വസ്ഥരാകണത് നിങ്ങൾ? മറ്റുള്ളവർ ഹിജാബ് ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഏതായാലും വീഡിയോ ഒരുപാട് 9 ഉണ്ടായി, ഞാൻ നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇനി വീഡിയോസ് ഇടാം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് 2 ആൾക്കോ 10 ആൾക്കോ ഇതെത്തുന്നുള്ളെങ്കിലും ആ 2 ആളും 10 ആളും ഇത് കേൾക്കണം എന്നുള്ളത് എനിക്ക് ഒരു കേൾക്കുന്നവർ കേൾക്കട്ടെ, കേൾക്കാത്തവർ കേൾക്കണ്ട. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ മനസ്സിലാക്കണ്ട. നാളെ എൻ്റെ ലൈവിൽ തന്നെ വന്ന ഒരു കാര്യം കൂടി എപ്പോഴെപ്പോഴും ചോദിക്കാറുണ്ട് ഒരു കുട്ടിയല്ല, കുട്ടിയാണോ വലുതാണോ ചെറുതാണോ എന്നൊന്നും എനിക്കറിയില്ല, ഒരു കമൻറ്റിലൂടെ വരാറുണ്ട്. അതിനുള്ള മറുപടിയായിട്ട് നാളെ ഇൻഷാ അല്ലാഹ് വരാം. അസ്സലാമു അലൈക്കും.